ഹലോ ഗൈസ്, അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ നാട്ടിൽ വന്നേക്കും കേട്ടോ. അപ്പോൾ നാട് കണ്ടപ്പോൾ ആകെ സന്തോഷമായി. ഇപ്പോൾ വൈകുന്നേരം ഞങ്ങളൊന്ന് പാടത്തും ഞങ്ങളുടെ തോടിലും പഴയ തോടിലും ഒക്കെ കാണാൻ വന്നേക്കുവാണ്. തോടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, പുഴയൊന്നും അല്ല, എന്നാലും ചെറിയൊരു തോട്. പിന്നെ എൻ്റെ കൂടെ ആദ്യമായിട്ട് കേരളത്തിൽ വന്ന എൻ്റെ അച്ഛൻ്റെ ചേച്ചിയുടെ മോളുണ്ട് കേട്ടോ, എൻ്റെ ചേച്ചിയുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ആകെ ഫുള്ള് ത്രില്ലിലാണ്, കേരളത്തിൽ വന്ന ത്രില്ലിൽ ഭയങ്കര സന്തോഷത്തിലാണ് പുള്ളിക്കാരി. അപ്പോൾ പുള്ളിക്കാരിക്ക് നടക്കാൻ പോലും അറിയില്ല. ഇതിൽ കൂടെയൊക്കെ ഞങ്ങൾ ഒരുപാട് കുളിച്ചിട്ടുള്ള കേട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വറ്റി വരണ്ട് പോയി കാണുമ്പോൾ ഒരുപാട് വിഷമമാവണം കേട്ടോ. കാരണം ഞങ്ങളൊക്കെ പോയപ്പോഴാണെന്ന് തോന്നുന്നു ഇവിടെ ആരും കുളിക്കാറില്ല, വരാറില്ല, വെള്ളമില്ല, തുണിയൊന്നും അലക്കാൻ ആരും വരാറില്ല എന്നാണ് പറയുന്നത്. പിന്നെ എൻ്റെ ചേച്ചി ആകമാത്രം ത്രില്ലിലാണ്, മൊത്തം എല്ലാം നോക്കുകയാണ്, പാടവും തോടും ഒക്കെ. ഇവിടെയൊക്കെ ഞങ്ങൾ ഒരുപാട് കുളിച്ചിട്ടുണ്ട് പണ്ട്. ഇവിടെയൊക്കെ കിടന്നാണ് ഞങ്ങൾ നീന്തലൊക്കെ പഠിച്ചതും തുണി അലക്കാൻ വരണമൊക്കെ ഇവിടെയായിരുന്നു ഇന്ന് വൈകുന്നേരം. പിന്നെ ഇവൾ തേങ്ങ കണ്ടപ്പോൾ ഓടിയതാട്ടോ, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അല്ലെങ്കിലും കേരളത്തിൽ എല്ലാവർക്കും തേങ്ങ കാണുമ്പോൾ ഓടിയെടുക്കുന്ന ശീലമുണ്ടല്ലോ. അപ്പുറ പറമ്പിൽ കിടക്കണവൻ്റെ തെങ്ങിൽ നിന്ന് തേങ്ങ ചാടിയ ഇപ്പുറ പറമ്പിൽ കിടക്കണമ്പോൾ എടുക്കുമല്ലോ. പിന്നെ നമ്മുടെ അപ്പൂപ്പൻ താടിയും കാര്യങ്ങളും ഓർമ്മകളാണ് എല്ലാം. ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമുണ്ട് കേട്ടോ. അവിടെ നിന്ന് ബാംഗ്ലൂർക്ക് പോകണമെന്ന് തോന്നാറില്ല, നാട്ടിൽ തന്നെ നിൽക്കണം എന്ന് തോന്നും. പക്ഷേ എന്താ പറയുക, ജീവിതമല്ലേ, നമുക്ക് ജോലിയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ബാംഗ്ലൂർ തന്നെ പോകണ്ടേ. പിന്നെ പാടമൊക്കെ ഉണ്ട്. ഈ പാടത്തൊക്കെ ഞങ്ങൾ ഒരുപാട് കൊയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം മിഷീനൊക്കെ ആയി പാടത്ത്, എല്ലാം ആകെ മാറിയതുപോലെ കേരളമൊക്കെ. ഇത് മറ്റാണ്, ഇത് മറ്റെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു സ്ഥലമാണ്. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഞങ്ങളുടെ അമ്മയ്ക്കൊരു തേങ്ങയും കൊടുത്തപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ആ സന്തോഷം നിങ്ങൾ പറഞ്ഞറിയിക്കാൻ